ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ സ്വഹാബിയായ ഒരു മനുഷ്യൻ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അറാബിയായ മനുഷ്യനാണ്, ഗ്രാമീണനാണ്, സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂലും സംഘവും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വന്നുകൊണ്ട് പിടിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഒട്ടകം ഇങ്ങനെ മുമ്പിലൂടെ കടന്നു പോകുന്നു. പിന്നിലൂടെ ഇങ്ങനെ അണിയണിയായി സ്വഹാബാക്കൾ നടന്നു വരുന്നുണ്ട്. നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ കയറിലോട്ട് പിടിച്ചിട്ട് ഗ്രാമീണനായ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്. ഹദീസിൽ അങ്ങനെയാണ് സാധാരണ ഗ്രാമീണന്റെ സ്വഭാവം. ഗ്രാമീണൻ എന്ന് പറഞ്ഞാൽ സുഹാബിയാണ്. പക്ഷെ ഗ്രാമത്തിൽ പ്രവേശിക്കുന്ന ഈ ഗ്രാമത്തിൽ പച്ച മനുഷ്യന്മാരെന്ന് പറയൂലേ, അവർക്ക് വലിയ ബഹുമാനോ വലിയ അറിവോ എഴുത്തോ വായനയൊന്നും ഉണ്ടാവാത്ത കുറെ ഗ്രാമീണരായ ആളുകൾ ചിലപ്പോ അവർ മുഹമ്മദേ എന്ന് വിളിക്കും. ഈ ഹദീസിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി, എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ നബിയേ, ബിമാ യുഖർരിബുനി മിനൽ ജന്നാ വമാ യുബായിദുനി മിനൻ നാർ. എന്നെ സ്വർഗത്തിലോട്ട് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ വിദൂരനാക്കുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്. ഭയങ്കര ചോദ്യമല്ലേ. നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നബിതങ്ങൾ ഇങ്ങനെ യാത്രയിലാണ്, മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് സ്വഹാബാക്കളും ഇങ്ങനെ മരുഭൂമിയിലൂടെ മദീനയുടെ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു മനുഷ്യൻ കയറി വന്നു. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൽ കയറി പിടിച്ചു. യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ എനിക്ക് പോകണം, നരകത്തിൽ രക്ഷകന് ഒരു വഴി ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. നബി തങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്നു. തന്റെ സ്വഹാബാക്കളിലേക്ക് നബി തങ്ങൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, ലഖദ് വുഫിഖാ ഔ ലഖദ് ഹുദിയാ. ലഖദ് വുഫിഖ, ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. എന്റെ ഒട്ടകത്തെ പിടിച്ചിരുന്ന നീ ആരാടാന്നല്ല ചോദിച്ചത്, നീ ആരാണ് എന്റെ ഒട്ടകത്തെ പിടിച്ചിർത്തി ചോദ്യം ചെയ്യുന്നല്ല. ലഖദ് വുഫിഖ, ഒരു വലിയ തൗഫീഖ് കിട്ടിയ മനുഷ്യനാണ് ഈ മനുഷ്യന്, ഒരു ഹിദായത്ത് കിട്ടിയ മനുഷ്യനാണ്. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ഖുൽത, എങ്ങനെയാണ് നബിയെ നിങ്ങളത് പറയുകയാ? എങ്ങനെയാണ് ഈ മനുഷ്യൻ തൗഫീഖ് കിട്ടുന്ന മനുഷ്യനാവുക? യാത്രയുടെ ഇടയിൽ എന്നെ കാണാൻ കിട്ടിയത് അവനൊരു കിട്ടുന്ന ഒരു തൗഫീഖാണ്. അവന്റെ ചോദ്യമോ, അവൻ എങ്ങനെയെങ്കിലും എന്ത് കണ്ടാലും വേണ്ടിയില്ല, എന്ത് ചെയ്താലും വേണ്ടിയില്ല, റബ്ബിന്റെ മുമ്പിൽ അവന് രക്ഷപ്പെടണം, ആ ചിന്ത മാത്രമേ അവനുള്ളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബി അടുത്ത് വിളിച്ചിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. തഅബുദുല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്ക്, ലാ തുശ്രിക് ബിഹി ശൈആ, ആ റബ്ബിനോട് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കൂ. വതുഉത്തിസ്സകാ, സകാത്ത് കൃത്യമായി കൊടുക്കൂ. വതസിലുർ റഹിമാ, നീ കുടുംബ ബന്ധം ചേർക്ക്. ഗ്രാമീണനായ മനുഷ്യൻ അതങ്ങട്ട് കേട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ അധികരിപ്പിക്കൂല്ല നബിയേ, ഒന്നും ഞാൻ കുറയ്ക്കുകയുമില്ല യാ റസൂലല്ലാഹ്, അതുപോലെ ചെയ്തു കൊള്ളാം. ഞാൻ രക്ഷപ്പെടാനാണ് എനിക്ക് കിട്ടിയ ഓഫർ എങ്കിൽ അതുപോലെ ഞാൻ ചെയ്തു കൊള്ളാം. ഇവിടെയാണ് മനുഷ്യരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. അല്ലാഹുവും അവന്റെ റസൂലും എന്താണോ പറഞ്ഞത് അതുപോലെ. അപ്പോഴും ഒട്ടകത്തിന്റെ പിടി വിട്ടിട്ടില്ല. അപ്പോഴും ഈ സ്വഹാബി ഒട്ടകത്തിന്റെ പിടി ഇങ്ങനെ വിട്ടിട്ടില്ല. അപ്പൊ റസൂൽ, എന്റെ ഒട്ടകത്തെ ഒന്ന് വിടുമോ, എനിക്കൊന്ന് പോവാനാണ്, എന്റെ ഒട്ടകത്തിന് പിടി വിട്, ഞാൻ വെക്കോട്ടെ. ഇതങ്ങട്ട് പറഞ്ഞപ്പോ തന്നെ ചാടി പിടി അങ്ങ് വിട്ടു. ഫലമ്മാ വല്ലാ, ആ മനുഷ്യൻ പിന്തിരിഞ്ഞിങ്ങനെ പോയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മൻ സറഹു അയ്യൻദുറ ഇലാ റജുലി മിൻ അഹ്ലിൽ ജന്നാ, ഒരു സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സ്വഹാബത്തെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൾ പിടിച്ച വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആ ഗ്രാമീണനായ സ്വഹാബിയിലേക്ക് നോക്കൂ. അത് സ്വർഗ അവകാശിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ എനിക്കും നിങ്ങൾക്കും തന്ന അവസരം, ഒരു ജീവിതത്തിന്റെ ഒരു ആയുസ്. ആ ആയുസിൽ എന്നോടും നിങ്ങളോടും ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാവണ്ടേ മനുഷ്യരെ? നിസ്കാരം കൃത്യമാണോ? തോന്നുമ്പോഴേ അല്ല. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? പൈസ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ ഹക്കുകൾ, നിന്റെ ജീവിതത്തിൽ നിന്റേതല്ലാത്ത കാശ് നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണ്ടവന്റെ കയ്യിലെ കാശ് കടമായിട്ട് കയ്യിലുണ്ടോ? അങ്ങനെ മരണപ്പെടേണ്ടി, അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട് എനിക്ക് നിങ്ങൾക്കും നമ്മുടെ മുന്നിൽ. പാപങ്ങൾ ഏറെയാണ്. 40 വയസ്സായി, 40 വയസ്സാവെങ്കിലും 40 വയസ്സാകുമ്പോൾ ഒരു മനുഷ്യൻ നന്നാവണമെന്നാണ്, അവന് ബോധം ഉണ്ടാവണമെന്നാണ്. 40 വയസ്സായിട്ട് നീ നന്നായില്ലെങ്കിൽ പിന്നെ നീ എന്ന് നന്നാവുമെന്നാണ് ചോദ്യം. 40 വയസ്സായിട്ട് നിനക്കൊരു തിരിച്ചറിവായില്ലേ? നമുക്ക് ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പാഴിക്കളയുകയാണോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ ദുൽഹിജ്ജ 10 ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്കും ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് നന്മകൾ. അറഫയുടെ മൈതാനത്ത് പാവപ്പെട്ട ഹാജിമാര് കൈപൊക്കിയിട്ട് പൊട്ടിക്കരയുമ്പോ നാട്ടിലുള്ള എനിക്കും നിങ്ങൾക്കും അവിടെ പോകാൻ കാശില്ലാത്തോണ്ടല്ലേ, അവിടെ എത്തിപ്പെടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ, അവസരം കിട്ടാത്തത് കൊണ്ടല്ലേ, കിട്ടി പോവായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള ധാരാളം കർമ്മങ്ങൾ എന്താണ്? ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം? മുത്തു മുഹമ്മദ് മുസ്തഫ. എന്ന് പറ, സ്വലാത്തിന്റെ ശബ്ദം പോരല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഈ ദിക്റും സ്വലാത്തും ചൊല്ലാനാണ് ഈ 10കളിൽ നീ ചെയ്യേണ്ടത്. തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് നിർവഹിക്കുക. ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈഹി. ധാരാളം ചൊല്ലുക. കഴിയുന്നവർ 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കുക. 1 മുതൽ 9 വരെ, 10 പെരുന്നാൾ, 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കണം. അല്ലെങ്കിൽ തിങ്കളും വ്യാഴമെങ്കിൽ തൗഫീഖാണ്. റമദാന് മാത്രമേ നമ്മൾ നോമ്പ് പിടിക്കുള്ളൂ എന്ന് പിടിവാശിയിലാണ്. എന്നാൽ ഡയറ്റ് ഡോക്ടർ പറയാം അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡയറ്റ് നോക്കിയിട്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളിലും ഏറെ പേരും. അതുകൊണ്ട് മനുഷ്യരെ, സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഈ സമയത്ത് ദുആകൾക്ക് ഇജാബത്തുണ്ട്.